പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ ചിന്താ വിഷയം, നാം പിശാചിനെ തകർക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചില ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും പിശാചിനെ എങ്ങനെ ജയിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില പോയിന്റുകളായിട്ട് പറയുവാനായിട്ടിടയായി. ഇന്ന് ആ പിശാചിനെ ജയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഗുണത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ഒന്ന് ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിനാധാരമായിട്ട് നമുക്ക് വായിക്കാം. എബ്രായർ എഴുതിയ ലേഖന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം, നാം നമ്മുടെ കണ്ണുകൾ യേശുവിൽ സൂക്ഷിക്കുന്നു, യേശുവിനെ നോക്കുന്നു. പിശാചിനെ നമ്മൾ ജയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, നാം യേശുവിനെ നോക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവിനെ നോക്കാൻ നമ്മൾ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ഹൃദയം സ്വാതന്ത്ര്യമാകുമ്പോഴാണ്, എന്ന് പറഞ്ഞാൽ പിശാചിന്റെ അടിമകളിൽ നിന്നും മാറി നാം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ കണ്ണ് കർത്താവിനെ കാണുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് ആധാരമായിട്ട് ഒരു ഭാഗം കൂടി ഞാൻ പറയാം. ഏതേൻ തോട്ടത്തിനകത്ത് സംഭവിച്ച ഒരു വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അവിടെ ഒരു ഭാഗം ഞാൻ പറയട്ടെ. അവരുടെ കണ്ണ്, ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിൻ്റെയും ഹവ്വയുടെയും കണ്ണുകൾ, അവരുടെ കണ്ണുകൾ കണ്ടത് നഗ്നതയാണ്. പാപം ചെയ്തപ്പോൾ നഗ്നതയെ കണ്ടപ്പോൾ കർത്താവുമായിട്ടുള്ള സ്വാതന്ത്ര്യം അവരിൽ നിന്ന് നഷ്ടമായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ പിശാച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പിശാച് നമ്മിൽ നിന്ന് മാറിയാൽ കണ്ണിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാകും, നാം കർത്താവിനെ കാണും. രണ്ടാമത് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ എഴുതിയ ലേഖന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, പ്രലോഭനങ്ങളുടെ സമയങ്ങളിൽ നാം പ്രാർത്ഥനയിലൂടെ പിശാചിനെ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ, പ്രലോഭിക്കുന്ന പ്രലോഭനങ്ങളും അതിമോഹങ്ങളെയായി കൊണ്ടിട്ട് നമ്മെ തടയാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് അറിയുവാനായിട്ട് കഴിയും എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന കാര്യം, നാം പലപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങളെ അറിയുവാൻ കഴിയുന്നവരല്ല, പ്രലോഭനങ്ങളിൽ വീഴുവാനിടയാകുന്നു. ഒരു ലോണ് തരാനായിട്ട് ലോണിന്റെ ക്രെഡിറ്റുകാർ അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻസ് വ്യക്തികൾ ഓരോ തന്ത്രങ്ങൾ മെനയുന്നത് പോലെ ആ പ്രലോഭനങ്ങൾ, അതുപോലെയുള്ള പ്രലോഭനങ്ങളിൽ വീഴുന്ന അനേകം വ്യക്തികൾ ഇന്ന് ഈ ലോകത്തിനകത്തുണ്ട്. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ, പിശാചിനെ വെറുക്കുമ്പോൾ, പിശാച് നമ്മിൽ നിന്ന് മാറുമ്പോൾ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ അടുത്ത ഭാഗം, നാം മനഃപൂർവ്വമായി പാപങ്ങളെ ഒഴിവാക്കുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്, നാം മനഃപൂർവ്വമായി അറിയാതെ ഞാൻ ആ തെറ്റ് ചെയ്യാതിരുന്നതാണ് എന്നല്ല, മനഃപൂർവ്വം നമ്മുടെ മനസ്സ് അറിഞ്ഞു തന്നെ നമ്മൾ പാപത്തെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ ഇന്ന കാര്യം പാപമാണ്, അത് നമുക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് നാം അതിനെ മാറ്റുവാനിടയാകും. അത് നമ്മിലുള്ള അന്ധകാരം അല്ലെങ്കിൽ പൈശാചിക മണ്ഡലം മാറുമ്പോൾ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ഒരു അനുഗ്രഹമായ ഒരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിസ്സാര വിഷയങ്ങൾക്ക് അവർ കണ്ടെത്തുന്നതും ആത്മഹത്യയും കൊലയും കൊള്ളയും ഒക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത്രയും നിയമസാധ്യതകളും ഒത്തിരി സിസ്റ്റംസുകൾ ഇതിനു വേണ്ടി ഉണ്ടായിരുന്നിട്ടും വിഷയം ആൾക്കാർ വീണ്ടും പാപത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിശാചിന്റെ മണ്ഡലങ്ങളെ തിരിച്ചറിയുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അവയെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റിവെക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്ന പാപങ്ങളെ മനഃപൂർവ്വമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാനിടയാകും.
അവൻ അടുത്തതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നാം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിക്കപ്പാമന സങ്കീർത്തനങ്ങൾ 119 അധ്യായം അതിന്റെ 11 വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നാം ദൈവത്തിന്റെ വചനം. ഇന്ന് പലരും ദൈവവചനം വായിക്കുന്നതും പഠിക്കുന്നതും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ദൈവവചനം നമ്മിൽ നിറയത്തില്ല. ഇവിടെ പറയുന്നത് ദൈവവചനം നമ്മിൽ നിറയും. രാപ്പകലില്ലാതെ ബൈബിൾ വായിക്കുന്ന വ്യക്തികൾ 4-5 പ്രാവശ്യം ബൈബിൾ തീർത്ത് വായിച്ച വ്യക്തികൾക്ക് പോലും ചില വചനങ്ങൾ വ്യക്തമായി പറയുവാനായിട്ട് കഴിയുന്നില്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ വീണു പോകുന്നതല്ലാതെ വചനം പറഞ്ഞ് ജയത്തിലേക്ക് വരുവാൻ അവർക്ക് തയ്യാറാകുന്നില്ല. കാരണം പിശാച് അവരുടെ കണ്ണുകളെ മറച്ചിരിക്കുകയാണ്. അപ്പോൾ പിശാചിന്റെ മണ്ഡലങ്ങൾ മാറിയാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വചനം കൊണ്ട് നിറയും. നമ്മൾ ഒരു ചെറിയൊരു വചനം വായിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, യഹോവ എന്ന് ഇടയനാകുന്നു എന്ന് പറയുന്ന ഈ വാക്ക്, ഈ വചനം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ഒരായുഷ്കാലം ജീവിക്കാൻ. പക്ഷെ ഇതിലൊരു ശക്തി എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൈശാചിക മണ്ഡലങ്ങൾ മാറുമ്പോഴാണ്. അപ്പൊ പിശാചിന്റെ മണ്ഡലങ്ങൾ മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം. പിശാചിന്റെ പ്രവർത്തികൾ നമ്മിൽ നിന്ന് മാറണമെങ്കിൽ നാം ദൈവത്തിലോട്ട് വരുവാൻ തയ്യാറാകണം. ഇവിടെ പറയുന്നത് മനഃപൂർവ്വമായിട്ട് പാപങ്ങളെ ഒഴിവാക്കുവാനായിട്ടിടയാകും. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് പലരും പാപത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതിൽ നിന്നും നമുക്കൊരു വീണ്ടെടുപ്പ് കർത്താവ് നൽകിയിരിക്കുന്നു എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് നാം ഒന്ന് ജയത്തോടുകൂടെ എഴുന്നേൽക്കാൻ തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപങ്ങളെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കും. മദ്യപാനത്തിന്റെ ചിന്ത വരുമ്പോൾ നാം പറയും, യേശുവിന്റെ നാമത്തിൽ മദ്യപാനത്തിന്റെ ചിന്ത എന്നെ വിട്ട് മാറെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് പ്രിയരെ, പിശാചിന് നമ്മൾ സമയം കൊടുക്കാനോ അവസരം കൊടുക്കുവാനോ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. നമ്മെ ഭരിക്കേണ്ടത് പിശാചല്ല, നമ്മെ ഭരിക്കേണ്ടത് വ്യക്തികളല്ല, നമ്മെ ഭരിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു. അതിനുവേണ്ടി സമയം വേർതിരിക്കുക. നിശ്ചയമായിട്ടും പിശാച് നിന്നെ വിട്ട് മാറുവാനിടയാകും. നീ പാപത്തെ മനഃപൂർവ്വമായി നിന്റെ ജീവിതത്തിൽ നിന്നും വെറുക്കുവാനിടയാകും എന്ന് വ്യക്തമായി വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുകയാണ്. ഭാഗം, ഞങ്ങൾ ആരാധന പിന്തുടരും. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി പിശാചിന്റെ മണ്ഡലങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മാറ്റിയ ഒരു വ്യക്തിക്ക് ആരാധിക്കുവാനുള്ള താല്പര്യം വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അവൻ ആരാധിക്കണം, എപ്പോഴും അവന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നുകൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം അവനെ ബന്ധിച്ചിരുന്ന പിശാച് മാറിയപ്പോൾ അവനിപ്പോ പുതിയ ഒരു ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ എപ്പോഴും ആരാധിക്കുവാനായിട്ട് അവൻ തയ്യാറായിക്കൊണ്ടേയിരിക്കും. ആ ആഗ്രഹം വരണമെങ്കിൽ പിശാച് നമ്മുടെ ജീവിതം വിട്ട് മാറേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അവൻ അടുത്തതായിട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നമ്മൾ ജാഗ്രത പാലിക്കുന്ന വ്യക്തികളായി മാറും. ജാഗ്രത, എല്ലാവത്തിലും നമ്മളൊരു ജാഗ്രത പാലിക്കുന്ന ഒരു വ്യക്തിയായി മാറും. ഭയമല്ല പ്രിയരെ. ഇന്ന് പല വിഷയത്തിലും പലർക്കും ഭയമാണ്. ഒരു പനി വന്നാൽ, ഒരു ചെറിയൊരു ചുമ വന്നാൽ, ഏത് രോഗമായാലും ശരി, മറ്റുള്ള വിഷയമായാലും ശരി, കടഭാരത്തിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ആ വാക്കായാലും ശരി, നമുക്ക് ഭയമാണ്. ഭയമല്ല ദൈവാത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ജാഗ്രത പുലർത്തുക. പിശാചിന്റെ മണ്ഡലങ്ങൾ മാറുമ്പോൾ, ഭയം മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിനകത്ത് ജാഗ്രതയോടുകൂടെ നടക്കാനുള്ള ഒരു ക്രമീകരണം നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ തെളിഞ്ഞു വരും. അതിന് കാരണക്കാരൻ കർത്താവായ യേശു. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയുള്ളവരായി മാറാനിടയാകേണ്ടതിന് പിശാചിന്റെ മണ്ഡലങ്ങളെ നമ്മൾ വെറുക്കുവാനിടയാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്ത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ഇടവിടാതെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകും. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്, നാം ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരായി തീരും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളതായി തീരും. എന്ത് വിഷയമെന്നാലും ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു മനോഭാവം, അങ്ങനെ ചെയ്യാനുള്ള ഒരു മനോഭാവം അവന്റെ ഉള്ളത്തിൽ വരും. കാരണം പിശാച് നമ്മെ വിട്ടുമാറുമ്പോൾ. അടുത്ത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായി തീരും. ഇന്ന് പലർക്കും ദൈവത്തിന്റെ സന്നിധി നന്ദി ഉള്ളവരായിട്ടല്ല മാറുന്നത്.
ആമേ ദൈവം ഒരു 2 കാര്യം ചെയ്താൽ നമ്മൾ അതിൽ ഒരു കാര്യമേ പറയാറുള്ളൂ. ആമേ ചെറിയൊരു എക്സാമ്പിൾ, ഇന്ന് ലോകത്ത് പലയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യം, അഗ്നിഗോളത്തിലായാലും ശരി, മറ്റുള്ള ഭൗതിക മേഖലകളിലായാലും ശരി, അവർക്കൊരു സാമ്പത്തികമാണ് സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ഒരിക്കലും ആ സക്സസ്ഫുൾ പറയത്തില്ല. കാരണം ആരെയും ഇനി അടുത്തെന്തെങ്കിലും നമ്മളടുത്ത് ചോദിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായം നിന്നുപോയാലോ എന്ന് പറഞ്ഞ് സാമ്പത്തിക സക്സസ്ഫുൾ നമ്മൾ ഒരിക്കലും പറയാൻ തയ്യാറാകില്ല. പക്ഷെ ബൈബിൾ പറയുന്നത് എല്ലാത്തിനും നന്ദിയുള്ളവരായി തീരേണ്ടതിന് നാം ഈ നാളുകളിൽ ശ്രമിക്കുമെങ്കിൽ, അങ്ങനെ നമ്മൾ തയ്യാറാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മിൽ നിന്ന് പിശാചിന്റെ ശക്തികൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ 8 കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ ജീവിതത്തിനകത്ത് വാണുകൊണ്ടിരുന്ന അടിമത്വത്തിലേക്ക് നമ്മെ കൊണ്ടിരുന്ന ആ പൈശാചിക മണ്ഡലം നമ്മെ വിട്ടുമാറി ഇപ്പോൾ നാം നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറവേലാണ്. എത്ര തിരമാലകൾ വന്നാലും എത്ര പോരാട്ടങ്ങൾ വെളിപ്പെട്ടാലും നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധം ക്രിസ്തുവിൽ നമ്മൾ ഉറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ക്രിസ്തുവിൽ ഉറയ്ക്കപ്പെട്ട് ഈ പറയപ്പെട്ട ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിലാണ്, ഇല്ല എങ്കിൽ നമ്മൾ എവിടെയോ വീണിരിക്കുന്നു. ആ ഭാഗം ഒന്ന് ക്രമീകരിക്കുക. നിശ്ചയമായും കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.